C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അതൊരു ശരിയായ പോക്കല്ലെന്ന് കണ്ടാൽ അറിയാം. വീട്ടിൽ അവള് ചെന്നിട്ടില്ല. നമ്മൾ സെർമിനെ വിളിച്ച് ചോദിച്ചതല്ലേ. എന്നാലും എങ്ങോട്ടാണെന്ന് പോലും അറിയാതെ എത്ര നേരമാ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യുന്നേ. ഒന്നുകൂടെ വിളിച്ചു നോക്ക്, അല്ലാതെ എന്താ ചെയ്യുക? അവൾ എടുക്കുന്നില്ല രാജേട്ട. ഈ കുട്ടിയുടെ ഒരു കാര്യം. രാജേട്ട, എനിക്ക് പേടിയാവുന്നു. മോളെന്തോ സാഹസം കാണിക്കുന്ന തീർച്ചയായും എനിക്ക്. ഒന്നുകൂടെ വേഗം പോവാം, പക്ഷെ എങ്ങോട്ടാണെന്ന് പറ. എനിക്കറിയില്ല. എന്റെ മരണം തന്നെ. ഇനിയും എന്താ വേണ്ടത്? എന്റെ കണ്ണീര് കണ്ട മതിയായില്ല ഇയാൾക്ക്. എത്ര പേരുടെ നെഞ്ചിലേക്ക് നിങ്ങൾ ഒരേ സമയം കത്തിക്കുത്തി ഇറക്കിയതെന്ന് അറിയാവോ? സ്വന്തം അമ്മയുടെയും വീട്ടുകാരുടെയും നെഞ്ചില്, കല്യാണം കഴിക്കാനിരുന്ന പെണ്ണിന്റെയും വീട്ടുകാരുടെയും നെഞ്ചില്, നിരപരാധിയായ എന്റെയും വീട്ടുകാരുടെയും നെഞ്ചില്. ശാലിനി, ഞാനൊന്നും മനഃപൂർവ്വം. മിണ്ടരുത് നിങ്ങള്. എന്തെല്ലാം നുണകളാ നിങ്ങൾ എന്റെ മുന്നിൽ പറഞ്ഞു കൂട്ടിയത്. അമ്മയില്ല, ബന്ധുക്കളില്ലാത്ത അനാഥന, റബ്ബർ എസ്റ്റേറ്റ് മാനേജർ, വണ്ടിക്കച്ചവടം. പക്ഷെ ഇതൊന്നും ആയിരുന്നില്ല നിങ്ങള്. 1 നമ്പർ ഒരു കേടി മാത്രമായിരുന്നു നിങ്ങള്. എന്നിട്ട് നിങ്ങൾക്ക് താലി കെട്ടാൻ എന്റെ കഴുത്ത് നീട്ടിത്തന്നു. എന്റെ ശാരികേച്ചിയുടെ ജീവിതത്തെ ഓർത്തിട്ട്. എന്നിട്ട് നിങ്ങളുടെ അമ്മ പറഞ്ഞതെന്താ? ഞാനും എന്റെ അമ്മയും കൂടി നിങ്ങളെ വല വീശി പിടിച്ചെന്ന്. നിങ്ങളെ എല്ലാവരും കൂടി ചതിച്ചൊന്ന്. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് ഒന്ന് പറയണം. പറയ്. ഞാനാണ് പ്രണയമാണെന്ന് പറഞ്ഞ് പിന്നാലെ നടന്നേ. എനിക്കൊരു ജീവിതം തരണമെന്നും താലി കെട്ടണമെന്നും പറഞ്ഞ് കാല് പിടിച്ചോ ഞാൻ? പ്രണയപൂർവ്വം നിങ്ങളെ ഒന്ന് നോക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാൻ? ശരി ശരി, സമ്മതിക്കുന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് താലി കെട്ടാൻ ആവശ്യപ്പെട്ട സാഹചര്യം എന്തായിരുന്നു? മറ്റാരെക്കാളും നിങ്ങൾക്കത് മനസ്സിലാവും. ആ സമയത്തെങ്കിലും നിങ്ങൾക്കൊന്ന് പറയാമായിരുന്നു കതിർ മണ്ഡപത്തിൽ ഒരു പെണ്ണ് കാത്തിരിക്കുന്നു എന്നുള്ള വിവരം. എങ്കിൽ ആ നിമിഷം ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുമായിരുന്നു ഞാൻ. പക്ഷെ ഒരുപാട് നുണകൾ കോർത്ത് ചേർത്ത് നിങ്ങൾ ഉണ്ടാക്കിയ ചരടില്ല ഈ താലി. ദൈവമേ,
സരളയാണല്ലോ. ഹലോ, സോറി. നീ അവിടെ പുതുപ്പെണ്ണിനെയും ചെറുക്കനെയും സ്വീകരിക്കുന്ന തിരക്കിലാണെന്നറിയാം. എങ്കിലും ബുദ്ധിമുട്ടാവില്ലെങ്കിൽ മെട്രോ ഹോസ്പിറ്റൽ വരെ വന്നൊന്ന് സഹായിച്ചാൽ കൊള്ളാമായിരുന്നു. മെട്രോ ഹോസ്പിറ്റലോ? എന്താ സാറല്ലേ, എന്തു പറ്റി? നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടതാ എന്റെ മകൾ സുസ്മിത. ഒരുപക്ഷെ എന്നോടുള്ളതിനേക്കാൾ കൂടുതൽ അടുപ്പം അവൾക്ക് ഭാമിയോടുണ്ടായിരുന്നു. അതുകൊണ്ട് അവള് മരിക്കുന്നതിന് മുൻപ് നിങ്ങളെ ഒന്ന് കാണണമെന്ന് തോന്നി. മരിക്കുന്നതിന് മുൻപോ? സരള എന്താ ഈ പറയുന്നത്? സുസ്മിത വിഷം കഴിച്ചു. വിഷം കഴിച്ചോ? ഇനിയും ഒന്നും പറയാറായിട്ടില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ഏത് നിമിഷവും ആ വാർത്ത കേൾക്കാൻ കാത്തു നിൽക്കാൻ ഞങ്ങള്. അങ്ങനെയൊന്നും പറയല്ലേ. ഞാനിപ്പോ വരാം. ഇപ്പൊ വരാം സാറിലെ, ഒരമണിക്കൂർ. എന്താ എന്താ ഭാമേ, ആശുപത്രിയില്? പുതുപ്പെണ്ണിനും ചെറുക്കനൊരു സന്തോഷ വാർത്തയുണ്ട്. തനിക്കേറ്റ അപമാനത്തിലും സങ്കടത്തിലും സുസ്മിത വിഷം കഴിച്ചു. ഇപ്പോ മെട്രോ ഹോസ്പിറ്റലിൽ ചത്തും ചാകാതെയും കിടക്കുക. ഒരു തരത്തിൽ അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരി ഞാനാ. മകൻ എന്റെ വാക്കിന് വില തരൂന്ന് കരുതി മോഹം കൊടുത്തു ഞാൻ അവൾക്ക്. ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു ഞാൻ അവളെ. താലി കെട്ടും മുമ്പേ അവളെ ഞാൻ എന്റെ മനസ്സുകൊണ്ട് മരുമകളാക്കി. ഞാനൊരു മണ്ടിയായി പോയി. എന്റെ മകനാ എന്നെ ആ വിട്ടി വേഷം കെട്ടിച്ചത്. മിണ്ടരുത് നീ റാസ്കൽ. മിണ്ടാ നിനക്ക് അവകാശം ഇല്ല ഇവിടെ. നീ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവനാ ഈ ഭൂമിയിൽ നിന്ന് പറന്നു പോകാൻ പോകുന്നത്. ആ ജന്മകാലം അതിന്റെ ശാപം പോവില്ല എനിക്ക്. ദേ നോക്ക്, സുസ്മിതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച ഉച്ചയൂണാവില്ല നിനക്കിവിടെ വിളമ്പുന്നത്. അവളുടെ ശവം കൊത്തി അരിഞ്ഞിട്ട് തരും ഞാൻ. നിന്റെയൊക്കെ രക്തദാഹം അടങ്ങാൻ. ഇന്ന് തീയതി അടുത്ത 16 നിങ്ങൾ മറന്നാലും എന്നെ കൊണ്ടത് മറക്കാൻ പറ്റില്ലല്ലോ. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. 100ക്ക് 5 വെച്ചാ എന്റെ പലിശ, അതറിയാലോ. അപ്പൊ ഒരു 10 രൂപ അകത്ത് പോയി ഇങ്ങ് എടുത്തോണ്ട് വന്നാ ഞാൻ അങ്ങ് സന്തോഷമായിട്ട് മടങ്ങിപ്പോയിക്കോളാം. ഒരു ഗ്ലാസ് കട്ടൻ ചായയോ മോരും വെള്ളമോ പോലും ഞാൻ ഇവിടുന്ന് കുടിക്കേ ഇല്ല. എന്തു പറയുന്നു? അത് പിന്നെ ഫിലിപ്പോസൻ, ഞാൻ അയ്യോ വേണ്ട, ഇല്ല എന്നൊരു വാക്ക് മാത്രം ശാരദാമ്മ പീലിപ്പോസിനോട് പറയരുത്. കാരണം നിങ്ങളൊക്കെ പണം ചോദിച്ചു വരുമ്പോ ഞാനത് അങ്ങോട്ട് പറയാറില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങോട്ടും കേൾക്കാനില്ലെന്നർത്ഥം. അപ്പൊ 10,000 രൂപ ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം. അല്ല, ഹലോ ഹലോ, ആ അതേടാ പീലിപ്പോസ് തന്നെയാ. സമയത്തിന് പലിശ തന്നില്ലെങ്കിലേ നീ ആയാലും നിന്റെ തന്തയായാലും കുത്തിന് പിടിച്ചു നിർത്തും. നിനക്കെന്തേലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നേരെ കൊണ്ടുവന്ന് കേസ് കൊടുക്കടാ. നമുക്ക് സ്റ്റേഷനിൽ വെച്ച് കാണാം. ഓ ആയിക്കോട്ടെ. ആ അപ്പൊ ശാരദാമ്മ പോയില്ലേ? ആദ്യത്തത് പൊളിച്ചതിന്റെ പിറ്റേന്ന് തന്നെ കുഞ്ഞേച്ചി പുതിയ ബാങ്ക് തുടങ്ങി ഡെപ്പോസിറ്റ് ആരംഭിച്ചു. കല്യാണത്തിന് ഇറങ്ങുന്നതിന് മുൻപേ ഈ ബാങ്ക് എന്നെ ഏൽപ്പിച്ചതാ.
ഞാനാ ഇപ്പൊ ഇതിന്റെ റീജിയണൽ മാനേജർ. ഇതിന്ന് 500-1000 കിട്ടിയ അതുകൊണ്ട് എന്താവാനാ മോളെ? രൂപ 10,000 വേണ്ടത് നമുക്കിപ്പോ. നമുക്ക് നോക്കാമേ, ഉള്ളതായില്ലേ. വാടി. മാറ്റിവെക്കും. അതെത്രയുണ്ട് വലിയേച്ചി? 7,200. നിന്റെ കയ്യിലോ? 5,040. ഞാൻ വിവാഹം ആലോചിച്ചു വന്നപ്പോഴേ നീ സമ്മതം പറഞ്ഞ് കെട്ടിപ്പിടിച്ചതാ. അപ്പോഴും ഞാൻ പറഞ്ഞത് ഇവന്റെ വായിൽ നിന്ന് സമ്മതം നേരിട്ട് കേൾക്കണമെന്നാ. എന്താ ശരിയല്ലേ? ശരിയല്ലേ? അതെ അതെ. അപ്പൊ പിന്നെ ഇവൻ എന്റെ മോളെ കല്യാണം കഴിക്കില്ലായിരുന്നെങ്കിൽ എന്തിനാ ഭാമേ നീ അവളെ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയത്? കല്യാണ വേഷം കെട്ടിച്ച് മണ്ഡപത്തിലെത്തിച്ച് കോമാളിയാക്കിയത് എന്തിനായിരുന്നു? സാറേ, നീ എനിക്ക് പറയാനൊരു അവസരം താ. ഇല്ല ഭാമേ, വേണ്ട. എനിക്ക് ഈ കൊടുംചതി ക്ഷമിക്കാനാവില്ല ഒരിക്കലും. എന്റെ മകളുടെ സ്ഥാനത്ത് നിന്റെ മകൾ പ്രീതിയായിരുന്നെങ്കിൽ ഇത് മാത്രം ചിന്തിച്ചാ മതി. ഒരു പെണ്ണിന് താങ്ങാൻ കഴിയുന്നതിനപ്പുറം അപമാനവും സങ്കടവും എന്റെ മോൾ അനുഭവിച്ചത്. അതുകൊണ്ടാ ഈ കടുങ്കൈക്ക് അവൾ മുതിർന്നത്. എന്ത് ധൈര്യത്തിലാടി നീ ഇപ്പൊ ഇവിടെ കയറി വന്നത്? ആന്റി, ഞാൻ നിർത്ത. ഏത് വകുപ്പിലാടി ഞാൻ നിന്റെ ആന്റിയാകുന്നത്? എച്ചിൽ പാത്രവും ചായ ഗ്ലാസും കഴുകുന്ന വൃത്തികെട്ട നിന്നെ സത്യഭാമ ചിലപ്പോ മരുമകളായി സ്വീകരിച്ചെന്ന് വരും. പക്ഷേ സരളയുടെ വീടിന്റെ അടുക്കള പുറത്ത് പോലും സ്ഥാനം ഉണ്ടാവില്ല നിനക്ക്. നീ ചെറുക്കനെ വലയിലാക്കിയപ്പോ തകർന്നത് എന്റെ മകളുടെ ജീവിതമാ. ഇനി അല്പം പ്രാണൻ മാത്രമേ ബാക്കി കിടപ്പുള്ളൂ. അതും കൂടി എടുക്കാനാണോ നിന്റെ ഈ എഴുന്നള്ളത്ത്? ആന്റി, ഇതൊന്നും ഞാൻ അറിഞ്ഞതല്ല. എനിക്ക് സുസ്മിതയോടൊന്ന് സംസാരിക്കണം, അത്യാവശ്യം. ശാലിനി, ഇയാള് വീട്ടിൽ പോ. ഇവിടെ വരാൻ ക്ഷണിച്ചില്ലല്ലോ ആരും തന്നെ. മറ്റാരും ഇതിൽ ഇടപെടരുത് പ്ലീസ്. എനിക്ക് സുസ്മിതയോടാണ് ഒറ്റയ്ക്ക് സംസാരിക്കേണ്ടത്. നീ സംസാരിക്കുന്നില്ല, ഒറ്റയ്ക്കും കൂട്ടായിട്ടും. ശാലിനി, വീട്ടിൽ പോ, പറയുന്ന കേക്ക്. പറ്റില്ല. എനിക്ക് സുസ്മിതയോട് സംസാരിച്ചേ പറ്റൂ. പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല അല്ലേടി? രണ്ടുപേരും കൂടെ ഒന്നറിയാത്ത പോലെ നടിക്കല്ലേ. എന്റെ സർവ്വ അംഗം ചൊറിഞ്ഞോണ്ടിരിക്കുവാ. ഞങ്ങൾ ഇത് എന്ത് ചെയ്തു നീ കിടന്ന് കൂവുന്നത്? ഒന്നും ചെയ്തില്ലല്ലേ, ഒന്നും അറിയത്തില്ല. ബെസ്റ്റ്. എന്നെ ഒരു പൊട്ടനാക്കി മുന്നിൽ നിർത്തിയിട്ട് ഇത്രയും വലിയ കള്ളക്കളി കളിക്കാൻ നിങ്ങൾക്കേ സാധിക്കൂ.
എന്ത് കള്ളക്കളി? നീ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ കാര്യം പറയടാ. ഞാനും ശാരികയായിട്ടുള്ള കല്യാണം നടക്കണമെങ്കിൽ ആദ്യം ശാലിനിയുടെ വിവാഹം നടക്കണമെന്ന് ഉപാധി വെച്ച ആരായിരുന്നു? അതും ഞാൻ അറിയാതെ. എടാ അത് പിന്നെ എന്താ അത് പിന്നെ? ഇപ്പൊ ഈ സംഭവിച്ചതിനെല്ലാം കാരണക്കാര് നിങ്ങൾ രണ്ടുപേരും മാത്രമാ. നിങ്ങൾ രണ്ടുപേരും മാത്രം. അതിനെന്ത് സംഭവിച്ചു എന്നാ നീ പറയണേ? സംഭവിച്ചത് ക്രൂരമായി പോയി. ഒരു മഹത്തായ ഭാവിയുള്ള പെൺകുട്ടിയുടെ ജീവിതമാ നിങ്ങൾ കുട്ടിച്ചോറാക്കിയത്. ശാലിനി അതുപോലുള്ള ഒരു റൗഡിയെ കല്യാണം കഴിച്ചത് നിങ്ങൾ പറഞ്ഞ ഒറ്റ കണ്ടീഷന്റെ പേരിൽ മാത്രമായിരുന്നു. എനിക്ക് ആ കുട്ടിയെ നന്നായിട്ട് നേരത്തെ അറിയാം. IAS എന്ന ഒറ്റ ലക്ഷ്യം മാത്രം മനസ്സിലുണ്ടായിരുന്ന ഒരു പാവം കുട്ടിയായിരുന്നു അവള്. അവളുടെ ജീവിതവും ലക്ഷ്യങ്ങളുമാ അവളെ കൊണ്ട് തന്നെ നിങ്ങൾ തട്ടി തകർത്തത്. അതിന് വേണം നിങ്ങൾ സമാധാനം പറയാൻ. പറഞ്ഞോളാം. നീ ഇങ്ങനെ തിളച്ചുമറിയാതെ പറയുന്നത് സമാധാനമായിട്ട് കേട്ടാ മതി. നിന്റെ ശാരികയുടെയും കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ശാലിനിയുടെ കല്യാണം കഴിയണമെന്ന് ഉപാധി വെച്ചത് ഞാൻ തന്നെയാ. അതിലൊരു കുഴപ്പമുള്ളതായിട്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല. അത്ര തന്നെ. തോന്നില്ല, തോന്നത്തില്ലമ്മേ. തോന്നണമെങ്കിൽ മനസ്സാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം വേണം. നിങ്ങൾക്കില്ലാത്തതോ തന്നെയാ. ഷെടാ, അവള് സുമംഗലിയായിരിക്കുന്നത് കണ്ട് മനം കുളിർക്കാനൊന്നുമല്ല ഞാൻ അവളോട് കെട്ടാൻ ആവശ്യപ്പെട്ടത്. അത് നിന്റെ അമ്മയെന്നുള്ള നിലയിൽ എനിക്കുള്ള ബാധ്യതയാണ്. അതെ, സാധാരണ ഒരു നിശ്ചയ ചടങ്ങിൽ നടക്കുന്ന കാര്യങ്ങളല്ല നിന്റെയും ശാരികയുടെയും കാര്യത്തിൽ നടന്നത്. ദേ, നിന്നെ അവൻ കയറി വന്ന് തല്ലിയതോ ശാലിനിയുമായിട്ട് അവന് പ്രേമമാണെന്ന് പറഞ്ഞതോ ഒക്കെ പോട്ടെ. ഒരാവേശം കൊണ്ട് കാണിച്ചതാണെന്ന് കരുതി വേണമെങ്കിൽ നമുക്കതങ്ങ് ക്ഷമിക്കാം. പക്ഷേ അവരൊരുമിച്ച് നാഗർകോവിലിൽ യാത്ര പോയെന്നും ഒന്നിച്ചൊരു ഹോട്ടൽ മുറിയിൽ രാത്രി തങ്ങിയെന്നും ഒക്കെ വിളിച്ചു കൂവിയത് നാട്ടുകാർ ഏത് രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ടാവുമെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തെങ്കിലും വയ്യായ്മ തോന്നുന്നുണ്ടോ അച്ഛന്? വയ്യായ്മ തോന്നുന്നുണ്ട്. അത് പക്ഷേ ശരീരത്തിനല്ല, മനസ്സിനാണെന്ന് മാത്രം. സുസ്മിതയുടെ കാര്യമായിരിക്കും അച്ഛൻ ഉദ്ദേശിച്ചത്. അത് തന്നെ. നിന്നെ പോലൊരു പെൺകുട്ടി തന്നെയല്ലേ അവളും. അവളുടെ അച്ഛനമ്മമാരിപ്പോ എന്തുമാത്രം തീ തിന്നുന്നുണ്ടാവും. എന്തിനാ അവൾ ഇങ്ങനൊക്കെ? അവളുടെ വിവരമൊന്നും അറിയില്ല ഇതുവരെ. അമ്മയാണെങ്കിൽ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. അതിപ്പോ ഹോസ്പിറ്റലിലല്ലേ. ICUവിന്റെ അടുത്തൊക്കെ ആണെങ്കിൽ ഫോൺ സൈലന്റ് ആക്കി വെക്കും. ഏതായാലും ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഈ ജന്മം മനസമാധാനം ഉണ്ടാവില്ലെന്ന് ഉറപ്പാ. പക്ഷെ ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ അച്ഛാ അവൾ ഈ കടുങ്കൈക്ക് മുതിർന്നത്? ഇത് സ്വയം വരുത്തിവെച്ച വിനയാ, അതല്ലാതെ. ഇവിടെ ആരും പറഞ്ഞില്ലല്ലേ? അവളുടെ ഈ അവസ്ഥയ്ക്ക് ഇവിടെ ആരും ഉത്തരവാദിയുമല്ല അല്ലേ? കഷ്ടം തന്നെ. സമ്മതിച്ചു. അഹങ്കാരി, ധിക്കാരി, നിഷേധി, ഇതിലേത് പേരിട്ട് വിളിച്ചാലും അധികമാവില്ല അവളെ. പക്ഷേ അവൾക്കൊരു മനസ്സുണ്ടെന്നുള്ള ഓർമ്മ വേണമായിരുന്നു ഇവിടെയുള്ളവർക്ക്. ശരി, വിഷ്ണുവിനുള്ള ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, അതല്ല മറ്റൊരിഷ്ടമാണ് ഉണ്ടായിരുന്നുവെങ്കിൽ അത് തുറന്ന് പറയണമായിരുന്നു. കല്യാണത്തലേന്ന് ഈ മുറ്റത്ത് വെച്ച് ഭാമ അവനോട് ചോദിച്ചതാ അവൻ ഈ ബന്ധത്തിൽ എന്തെങ്കിലും വിസമ്മതമുണ്ടോ എന്ന്. ഇല്ലാന്നായിരുന്നു അവന്റെ മറുപടി. ശരി, ഭാമയോട് പറയാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, എന്നോട് പറഞ്ഞൂടെ അവൻ ആ വിവരം? വെറുമൊരു അച്ഛനായിട്ടല്ല, ഒരു കൂട്ടുകാരനായിട്ടല്ലേ ഞാൻ നിങ്ങളോട് ഇതുവരെ ഇടപെട്ടിട്ടുള്ളത്. അല്ലാന്നുണ്ടെ പറ പ്രീതി, കേക്കട്ടെ ഞാൻ. പക്ഷേ ആരും പറഞ്ഞില്ല. ഇനിയെങ്കിലും നീ സത്യം പറയണം. നിനക്കറിയായിരുന്നില്ലേ വിഷ്ണുവിന് ശാലിനി ഇഷ്ടമായിരുന്നെന്ന്? അവൻ പലതും പലപ്പോഴും ഷെയർ ചെയ്തതും നിന്നോട് മാത്രമായിരിക്കുമല്ലോ. അച്ഛാ, അതിപ്പോ ഞാൻ ഒളിക്കാൻ നോക്കണ്ട നീ. വിജയലക്ഷ്മിയോ? വരണം വരണം, കയറിയിരിക്കാം. വന്നാട്ടെ. മോളെ ചായ എടുക്ക്. ചായയൊന്നും വേണ്ട, പോണം. ശാരികയും കൂടി കേൾക്കാനുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാനാ ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ മൂന്നാളും ഒരുമിച്ചുള്ളത് നന്നായി. എന്താ വിജയലക്ഷ്മി? നടന്നതൊക്കെ നാടകീയമായിട്ടാണെങ്കിലും ശാലിനി പറഞ്ഞ വാക്ക് പാലിച്ചു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഞാൻ കൊടുത്ത വാക്ക് നിറവേറ്റാനാ എന്റെ തീരുമാനം.
അതായത് രാജീവ് ശാരികയുമായുള്ള കല്യാണം നടക്കണം ഉടൻ തന്നെ. ആയിക്കോട്ടെ, സന്തോഷമായി. നിങ്ങൾക്കിനി പ്രത്യേകിച്ച് തയ്യാറെടുപ്പിന്റെ ഒന്നും ആവശ്യമില്ലെന്നറിയാം. പിന്നെ പൊന്നിരിപ്പുണ്ടല്ലോ അല്ലേ? 30 പവൻ തികച്ച്. അന്ന് ശാരിക അണിഞ്ഞിരുന്ന നെറ്റിച്ചുട്ടിയും ശരമാലയും ജിലേബി നെക്ലസും ഒക്കെ കാണുമല്ലോ. ആ പിന്നെ ആ അഷ്ടലക്ഷ്മി നെക്ലസും. സത്യം പറഞ്ഞ പൊന്നിട്ട് കാണുമ്പോഴാ പെണ്ണുങ്ങൾക്ക് സൗന്ദര്യം. ഇപ്പൊ ചില പരിഷ്കാരി പെണ്ണുങ്ങളുണ്ട്, സ്വർണം കാണുന്ന അലർജിയാന്നാ പറച്ചില്. ഡയമണ്ട് എന്നും വൈറ്റ് ഗോൾഡ് എന്നും ഒക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴുത്തിലും കാതിലും തൂക്കും. സത്യം പറഞ്ഞാ കണ്ടാ ഛർദിക്കാൻ തോന്നും. എന്തിനു കൊള്ളാം പൊന്നില്ലാത്ത പെണ്ണിനെ. പിന്നെ വീട്ടിൽ നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ സിമ്പിൾ ആവാം. കല്യാണം കഴിഞ്ഞ് പുറത്തു പോകുമ്പോ ഞാൻ ആവശ്യത്തിന് സ്വർണ്ണം ഇട്ടേ നിന്നെ വിടൂ കേട്ടോ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ ശാരദാമ്മേ. കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ നടക്കണം. അതൊന്നും ഉറപ്പിക്കാൻ വന്നതേ ഉള്ളൂ. പോട്ടെ മോളെ. അമ്മേനോട് പൊറുക്കണം. എന്തിന്? സത്യഭാമയുടെ ശിരസ് എവിടെയും താഴാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. വിഷ്ണുവിന്റെ ജീവിതം തന്നെ. പക്ഷെ ഞാൻ കാരണം തന്നെ എന്റെ അമ്മ. ബഹുമാനം, അന്തസ്, ആദരവ് ഇതൊക്കെ ഒരിക്കൽ നഷ്ടപ്പെട്ടാ പിന്നെ തിരിച്ചു കിട്ടുന്നവയല്ല. സത്യഭാമയുടെ മകന്റെ കല്യാണ കഥ പറഞ്ഞ് ചിരിക്കുന്നുണ്ടാവും നാട് മുഴുവൻ ഇപ്പോ. ഒരിക്കലും മായാത്ത കളങ്ക നീ എനിക്ക് സമ്മാനിച്ചത്. അതുകൊണ്ട് നിനക്ക് ഞാൻ മാപ്പ് തരാൻ ഉദ്ദേശിക്കുന്നില്ല, എന്റെ മരണം വരെ. ശരി, എങ്കിൽ വേണ്ട. സുസ്മിത വേണമെങ്കിൽ ഞാൻ നോക്കാം. അമ്മ പോയി റെസ്റ്റ് എടുത്തോളൂ. വലിയ ഉപകാരം. പക്ഷെ മകനിന്ന് സഹായങ്ങൾ സ്വീകരിക്കുന്നത് സത്യഭാമ അങ്ങ് നിർത്തി. ചെയ്ത ഉപകാരങ്ങൾ കൊണ്ട് തന്നെ അങ്ങ് തികഞ്ഞിരിക്കുക. നിനക്ക് പോകാം. കാര്യങ്ങൾ അങ്ങനെ കൊഴുക്കട്ടെ. അമ്മയും മകനും തമ്മിൽ ഇത്രയും തെറ്റിയ സ്ഥിതിക്ക് ബാക്കി ഞാൻ ഏറ്റു. വിഷ്ണുട്ടാ, രാത്രി കുറെ ആയില്ലേ, കിടക്കുന്നില്ലേ? മുറിയിലേക്ക് ചെല്ല്. വിഷ്ണുവേട്ടന്റെ ജീവിതത്തിലെ മറ്റു രാത്രികൾ പോലെ അല്ല ഇത്. ഒരു പെൺകുട്ടി കാത്തിരിക്കുന്നുണ്ട് അവിടെ. കാത്തിരിക്കുന്നോ? ആര്? കാര്യങ്ങളെല്ലാം അറിയാം വിഷ്ണുവേട്ടാ, പക്ഷേ ശാലിനി എന്റെ വധുവായിട്ട് ഈ വീട്ടിലേക്ക് വരണമെന്നത് എന്റെ ആഗ്രഹമായിരുന്നു. ഏറ്റവും വലിയ ആഗ്രഹം. അക്കാര്യം ഏറ്റവും നന്നായി അറിയുന്നത് പ്രീതിക്ക.
സംഭവിച്ചപ്പോ അതിങ്ങനെയായി. എന്തായാലും മുന്നോട്ട് ജീവിക്കാതിരിക്കാൻ പറ്റുമോ ഏട്ടാ? മുന്നോട്ടോ? മുന്നോട്ട് നോക്കുമ്പോ ഇത് മാത്രമേ കാണാനുള്ളൂ. ഇരുട്ട്, നല്ല കട്ട പിടിച്ചിരുട്ട്. എല്ലാരും തെറ്റിദ്ധരിച്ചു. ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അമ്മ, ഒരു കൂട്ടുകാരനെ പോലെ ചേർത്ത് പിടിച്ച അച്ഛൻ, ബന്ധുമിത്രാദികൾ. നീന്തി ഒരു കരക്കെത്തുമ്പോ ശാലിനിയെങ്കിലും കൂട്ടിനുണ്ടാവുമെന്ന് കരുതി. അതുമില്ല. ഏട്ടനെ ഉപദേശിക്കാനോ മുന്നോട്ടൊരു വഴി കാട്ടിത്തരാനോ ഞാൻ ആളല്ല. ഇതുപോലൊരു സന്ദർഭത്തിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരാനുള്ള അനുഭവജ്ഞാനവും ഇല്ല. പക്ഷെ ഒന്ന് മാത്രം അറിയാം, ചുറ്റും ആളുകൾ ഉണ്ടായിട്ടും ആൾക്കൂട്ടത്തിൽ തനിച്ചായി പോകുന്ന ഒരു പെണ്ണിന്റെ വേദന. പരിഹാസങ്ങളെയും അവഗണനകളെയും പ്രതിരോധിക്കാൻ അവൾ സ്വയം തീർക്കുന്ന തടവറയിലെ നൊമ്പരം. ഏട്ടൻ അച്ഛൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പരിഹാസം മനസ്സിലായി. ഭാമയും ഞാനും ഒപ്പം ഇരുന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാ അതൊക്കെ. ഭാമയുടെ അഭാവത്തിൽ ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞു കൊടുത്തൊന്നു മാത്രം. ക്ലാസ് ഒക്കെ എടുക്കാൻ ഞാനും തയ്യാറാ രാഘവേട്ട. പക്ഷെ മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു പെൺകുട്ടി കിടപ്പുണ്ട് ഇവിടെ ഈ റൂമിൽ. അവളോടും അവളുടെ അച്ഛനമ്മമാരോടും ഞാൻ എന്ത് സമാധാനം പറയേണ്ടത്? ആത്മഹത്യ വിജയകരമാക്കാനുള്ള വഴികൾ എന്താണെന്ന് ഒരു ക്ലാസ് എടുത്തു കൊടുത്താൽ മതിയോ? ഞാൻ ഭാമേ പ്ലീസ്, പരിഹാസം വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി ഇത് ചിക്കിച്ചഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ആർക്കെങ്കിലും? സോറി രാഘവേട്ടൻ, അങ്ങനെ പറഞ്ഞു ഒഴിയരുത്. കഴിച്ച വിഷത്തിൽ സുസ്മിതയ്ക്ക് എന്തെങ്കിലും പറ്റി അവളും ഇതുപോലെ ശരീരം തളർന്ന് ഇങ്ങനെ കിടപ്പിലായിരുന്നെങ്കിലോ? അപ്പോഴും രാഘവേട്ടൻ ഇങ്ങനെ തന്നെ പറയുമായിരുന്നോ? അത് വെറും സങ്കല്പമല്ലേ ഭാമേ, ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഇതുവരെ. എങ്കിൽ എന്ന വാക്കിന് ജീവിതത്തിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. സരള സുസ്മിതയുടെ കല്യാണാലോചനയുമായി വന്നില്ലായിരുന്നുവെങ്കിൽ, വിഷ്ണു ശാലിനെ കാണാതിരുന്നെങ്കിൽ, ഇങ്ങനെ കുറെ എങ്കിൽ കൂട്ടിവെച്ചതുകൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോവാനാവില്ല. ഇനി എന്ത് എന്ന ചോദ്യമാണ് നമുക്ക് മുമ്പിൽ വഴി തുറക്കേണ്ടത്. ഓരോരുത്തർ തോന്നിവാസത്തിന് ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കാണാൻ എന്നെ കിട്ടില്ല രാഘവേട്ട. സത്യഭാമയ്ക്ക് വാക്കാണ് സത്യം. അതില്ലെങ്കിൽ സത്യഭാമയില്ല. ശാലിനിയെ ഒരു കാലത്തും മരുമകളായി അംഗീകരിക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. ചെയ്യില്ല ഞാനത്, ഉറപ്പാ. അങ്ങനെയെങ്കിൽ നീ ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിച്ചോ ഭാമേ. മറ്റൊരു പ്രീതിയെ കൂടെ സൃഷ്ടിക്കാൻ പോവുക നീ ഈ വീട്ടിൽ. നിന്റെയും വസുമതയുടെയും പിടിവാശിയില അർജുനും പ്രീതിയും പിരിഞ്ഞു കഴിയുന്നത്. അവരുടെ ദാമ്പത്യ ജീവിതം നിങ്ങൾ നിഷേധിച്ചു. ഇന്നിപ്പോ അതോർത്ത് നിന്റെ മനസ്സുരുകുന്നത് പോലെ നാളെ മറ്റൊരമ്മയുടെ മനസ്സും ചുട്ടു നീറും. ശാരദാമ്മയുടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.